ജ്യോതിഷത്തിലെ 9ാമത്തെ നാളാണ് ആയില്യം. ജ്യോതിഷത്തിൽ ഇതിനെ ആശ്ലേഷ എന്നും അറിയപ്പെടുന്നു. ആലിംഗനം എന്നാണ് ആയില്യം അഥവാ ആശ്ലേഷ എന്ന വാക്കിന്റെ അർത്ഥം. ബുധൻ അധിപനായ ഈ നക്ഷത്രം ബുദ്ധിയുടെയും തീക്ഷ്ണമായ ചിന്തകളുടെയും പ്രതീകമാണ്. നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ആയില്യം. ആയില്യം അയൽപക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവരുണ്ടാകില്ല, അല്ലേ? ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം. എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത ആദ്യം അറിയൂ. വാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം കരുതാൻ. നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും പ്രധാന സ്വഭാവ സവിശേഷതകളും നോക്കാം. ആയില്യ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ മനസ്സ് തന്നെയാണ്. ഏത് കാര്യത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യാനും മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ഇവർക്ക് കഴിയും. കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിൽ ഇവർ വളരെ കർക്കശക്കാരാണ്. പാമ്പിന്റെ പ്രതീകമുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവരെ ഉപദ്രവിക്കുന്നവരെ വിട്ടയക്കാൻ ഇവർ തയ്യാറാകില്ല. തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഇവർ മടിക്കും. ഒരു നിഗൂഢത എപ്പോഴും ഇവരെ പൊതിഞ്ഞിട്ടുണ്ടാകും. ജീവിതത്തിൽ വലിയ കയറ്റിറക്കങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ് ആയില്യ നക്ഷത്രക്കാർ. എന്നാൽ ബുധന്റെ സ്വാധീനം കാരണം ഏത് പ്രതിസന്ധിയിൽ നിന്നും ബുദ്ധിപൂർവ്വം കരകയറാൻ ഇവർക്ക് സാധിക്കും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒരിക്കലും സഹിക്കില്ല. തമാശ രൂപേണ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആയില്യ നക്ഷത്രക്കാർ സമ്മതിക്കില്ല. അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരോട് പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് ഇക്കൂട്ടർ. ദുരഭിമാനം ഇവരിലെ സ്ഥായിയായ ഭാവമാണ്. ധനസമ്പാദനത്തിന് മിടുക്കരാണെങ്കിലും അമിത ചിലവ് ഉള്ളവരായിരിക്കും ആയില്യ നക്ഷത്രക്കാർ. ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും. സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ തീർച്ചയായും കാണാവുന്നതാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. സമൂഹത്തിൽ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സ്വതന്ത്ര ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്നതാണ് ഇവരുടെ ആഗ്രഹം. അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ ചിഹ്നം ചുരുണ്ടു കിടക്കുന്ന പാമ്പാണ്. ഇത് കുണ്ടലിനി ശക്തിയെയും അതിരുകളില്ലാത്ത ഊർജത്തെയും സൂചിപ്പിക്കുന്നു. നാഗദൈവങ്ങളാണ് ഇവരുടെ ദേവത. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവരുടെ അധിപഗ്രഹം ബുധനാണ്. ബുദ്ധിശക്തി, വാക്ചാതുരി, വിദ്യാഭ്യാസം എന്നിവയുടെ അധിപനാണ് ബുധൻ. പുറമേ നിന്ന് കാണുമ്പോൾ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൻ്റെയുള്ളിൽ ഭീരുക്കളാണ് ആയില്യ നക്ഷത്രക്കാർ. ചഞ്ചലപ്പെടാവുന്ന മനസ്സ് ഇവരിൽ പൊതുവായി കാണാം. ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതിനു ശേഷം അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ച് പിൻവലിയുന്ന സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണാനാകും. ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നാമെങ്കിലും വളരെ ശുദ്ധാത്മാക്കളാണ് ഇവർ. സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് അഹങ്കാരികളാണെന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതിന് കാരണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. പക്ഷേ ആരെങ്കിലുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചാൽ തന്റെ ഹൃദയരഹസ്യം പോലും ഇവർ തുറന്നു പറയും. ജനനം മുതൽ 100 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ദശാകാലങ്ങൾ എങ്ങനെയാണ്? ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ രാജയോഗം എപ്പോൾ തുടങ്ങുന്നു? ഇന്ന് നമ്മൾ നോക്കുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ലൈഫ് റോഡ് മാപ്പാണ്. ആയില്യ നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. അതിനാൽ ജനന സമയത്ത് ബുധദശയാണ് എല്ലാവർക്കും തുടങ്ങുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, 17 വർഷവും ബുധദശ ലഭിക്കില്ല. ജനന സമയത്ത് ചന്ദ്രൻ ആയില്യം നക്ഷത്രത്തിൽ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ഇതിനെയാണ് ജന്മശിഷ്ടം എന്ന് പറയുന്നത്. ചന്ദ്രൻ ആയില്യം നക്ഷത്രത്തിന്റെ തുടക്കത്തിലാണ്, അതായത് ആദ്യ പാദത്തിന്റെ ആരംഭത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഏതാണ്ട് 17 വർഷം വരെ ബുധദശ ലഭിക്കാം. ഇനി ചന്ദ്രൻ നക്ഷത്രത്തിന്റെ കൃത്യം മധ്യത്തിലാണ് എങ്കിൽ ഏകദേശം 8.5 വർഷം ആയിരിക്കും ശിഷ്ടദശ. ചന്ദ്രൻ ആയില്യം നക്ഷത്രം പിന്നിടാറായ സമയത്താണ് ജനനമെങ്കിൽ
ബുധദശ വളരെ കുറഞ്ഞ കാലയളവ് മാത്രമേ, ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കത്തിൽ ജനന സമയത്തെ ആയില്യ നക്ഷത്രത്തിന്റെ ബാക്കിയുള്ള നാഴിക വിനാഴികകൾ അനുസരിച്ച് 17 വർഷം വരെ ഏത് കാലയളവും ആദ്യ ദശയായി വരാം. അപ്പോൾ ചിലർക്ക് 17 വർഷം മുഴുവൻ ലഭിക്കാം, ചിലർക്ക് വെറും കുറച്ച് മാസങ്ങൾ മാത്രമേ ലഭിക്കൂ. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടി ജനന സമയത്ത് 10 വർഷത്തെ ബുധദശ ശിഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് റോഡ് മാപ്പാണ് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് പൊതുവായ ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്. ജനന സമയത്തെ നാഴിക വിനാഴികകൾ അനുസരിച്ച് ഓരോരുത്തർക്കും ബുധദശയുടെ കാലാവധി മാറാം. നിങ്ങളുടെ കൃത്യമായ ജാതകത്തിൽ ബുധദശ എത്ര വർഷം ഉണ്ടെന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് ഈ കലണ്ടറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജനനം മുതൽ ആദ്യത്തെ 10 വർഷം ബുധദശയിൽ ആയിരിക്കുന്നത് ആ കുട്ടിയുടെ വളർച്ചയിലും ബുദ്ധിവികാസത്തിലും വലിയ സ്വാധീനം ചെലുത്തും. ജ്യോതിഷത്തിൽ ബുധൻ വിദ്യയുടെയും വാക്കിന്റെയും അധിപനാണ്. ഈ 10 വർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒരു ആയില്യ നക്ഷത്രക്കാരന് ഈ ആദ്യ ദശയിൽ ബുധന്റെ സ്വാധീനം ലഭിക്കുന്നത് ഒരു അനുഗ്രഹമായി കാണാം. ആയില്യ നക്ഷത്രത്തിന്റെ അധിപൻ തന്നെ ബുധനായതുകൊണ്ട് സ്വന്തം ദശയിൽ ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ നൽകുന്നു. ബുധൻ വാക്കാരകനാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടി വളരെ വേഗത്തിൽ സംസാരിക്കാൻ പഠിക്കുന്നതും പുതിയ വാക്കുകൾ ഗ്രഹിക്കുന്നതും കാണാം. ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങുന്ന ഒരു പ്രായമാണ്. ആയില്യ നക്ഷത്രക്കാരുടെ സഹജമായ നിരീക്ഷണ പാടവം ഈ പ്രായത്തിൽ തന്നെ പ്രകടമാകും. കുട്ടിയുടെ തലച്ചോറ് പുതിയ വിവരങ്ങൾ സ്പോഞ്ച് പോലെ വലിച്ചെടുക്കുന്ന കാലം. ഗെയിമുകൾ, പസിലുകൾ, കഥകൾ എന്നിവയോട് വലിയ താല്പര്യം കാണിക്കും. ബുധദശയിൽ വളരുന്ന ആയില്യം കുട്ടികൾക്ക് അമിതമായ ജിജ്ഞാസയുണ്ടാകും. ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്ന ചോദ്യങ്ങൾ നിരന്തരം ഉണ്ടാകാം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിന്റെ തുടക്കത്തിൽ കണക്ക്, ഭാഷ, തർക്കശാസ്ത്രം എന്നിവയിൽ ഈ കുട്ടികൾ മികവ് പുലർത്താൻ സാധ്യതയുണ്ട്. തർക്കിക്കാനും സ്വന്തം അഭിപ്രായം പറയാനും മടിക്കാത്ത സ്വഭാവം ഇവർ കാണിക്കും. ആയില്യത്തിന്റെ തന്ത്രപരമായ ബുദ്ധി ഈ പ്രായത്തിൽ തന്നെ പ്രകടമാകും. ഈ 10 വർഷത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. ബുധദശയിൽ ബുദ്ധിശക്തി കൂടുമ്പോൾ കുട്ടിക്ക് അമിതമായി ചിന്തിക്കുന്ന സ്വഭാവം വരാം. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ കളികളിലും വിനോദങ്ങളിലും അവരെ ഉൾപ്പെടുത്തുക. ബുധൻ പുസ്തകങ്ങളുടെയും അറിവിന്റെയും ഗ്രഹമാണ്. ഈ 10 വർഷം ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ഭാവിക്ക് വലിയ ഗുണം ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് മാത്രം പറയുന്നതിന് പകരം എന്തുകൊണ്ട് എന്ന് കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കുക. ഇത് ബുധദശയെ പോസിറ്റീവായി ഉപയോഗിക്കാൻ സഹായിക്കും. ബുധദശയിൽ ചിലപ്പോൾ ശ്വാസകോശ സംബന്ധമായോ നാഡീവ്യൂഹ സംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ആരോഗ്യകരമായ ഭക്ഷണവും കൃത്യമായ ഉറക്കവും ഉറപ്പാക്കുക. ഈ 10 വർഷം ബുധദശയിൽ ജനിക്കുന്ന ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യം വളരെ ആക്റ്റീവായിരിക്കും. ഈ കാലഘട്ടം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവരുടെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും കാര്യങ്ങളെ വിശകലനം ചെയ്യാനും അവർ പഠിക്കുന്നത് ഈ 10 വർഷം കൊണ്ടാണ്. ഈ 10 വർഷത്തെ ദശയെ സുവർണ ബാല്യം എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഈ സമയത്ത് ലഭിക്കുന്ന അറിവും ശീലങ്ങളുമാണ് പിൽക്കാലത്ത്, അതായത് ശുക്രദശയിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ ബുധദശയിലെ ആ ആദ്യ 10 വർഷം പിന്നിട്ടു. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് 10 മുതൽ 17 വയസ്സ് വരെ നീളുന്ന കേതുദശയാണ്. ഇത് കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാലഘട്ടമാണ്. ജ്യോതിഷത്തിൽ കേതു ഒരു നിഗൂഢമായ ഗ്രഹമാണ്. ബുധദശയിലെ യുക്തിപരമായ ചിന്തകളിൽ നിന്ന് മാറി അല്പം ആത്മീയവും ഉൾക്കാഴ്ചയുള്ളതുമായ ഒരു തലത്തിലേക്ക് ഈ ദശ കുട്ടിയെ മാറ്റുന്നു. ഈ കാലഘട്ടം ഒരു വ്യക്തിയുടെ കൗമാരത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ഈ ദശയിലെ പ്രധാന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. കുട്ടികൾ തങ്ങളുടെ താല്പര്യങ്ങൾ പെട്ടെന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. കളിപ്പാട്ടങ്ങളിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യ, കല അല്ലെങ്കിൽ വായന പോലുള്ള ഗൗരവകരമായ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ജന്മനാൽ നല്ല ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്.
കേതുദശയിൽ ഇത് 10 മടങ്ങ് വർദ്ധിക്കും. എനിക്ക് തോന്നുന്നു ഇത് ശരിയാകില്ല എന്നവർ പറയുന്നത് പലപ്പോഴും ശരിയാകും. ഈ പ്രായത്തിൽ കൂടുതൽ സമയം തനിച്ചിരിക്കാനോ സ്വന്തം ലോകത്ത് ജീവിക്കാനോ അവർ ആഗ്രഹിക്കും. ഇത് സോഷ്യൽ ആകാൻ മടിക്കുന്നതാണോ എന്ന് രക്ഷിതാക്കൾക്ക് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തങ്ങളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. ഈ ദശയിൽ അവരെ അമിതമായി ചോദ്യം ചെയ്യരുത്. പകരം അവരുടെ ആശയങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരു സുഹൃത്തായി മാറുക. ചിലപ്പോൾ പഠനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതൊരു സാധാരണ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. കേതുദശയിൽ പലപ്പോഴും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് തോന്നും. ഉദാഹരണത്തിന് സ്കൂൾ മാറ്റുക, പുതിയ ഹോബി തുടങ്ങുക, അത് പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ അതിൽ സ്ഥിരതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കേതുദശയിലെ അസ്വസ്ഥതകൾ മാറാൻ ഗണപതി ഭജനം വളരെ ഉത്തമമാണ്. യോഗ, ധ്യാനം അല്ലെങ്കിൽ അല്പം ആഴമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് കേതുവിന്റെ ഊർജത്തെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കും. 17 വയസ്സ് തികയുമ്പോൾ വരുന്നത് ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമാണ് ശുക്രദശ. 20 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവാണ് ഒരു ആയില്യം നക്ഷത്രക്കാരന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, കരിയർ, പ്രണയം, വിവാഹം ഇവയെല്ലാം ഈ കാലത്താണ് സംഭവിക്കുന്നത്. 10 വർഷത്തെ ബുധദശയ്ക്കും 7 വർഷത്തെ കേതുദശയ്ക്കും ശേഷം 17-ാം വയസ്സിൽ നിങ്ങൾ ശുക്രദശയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ആയില്യ നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ, കരിയർ, വിവാഹം, സാമ്പത്തിക ഭദ്രത എല്ലാം സംഭവിക്കുന്നത് ഈ 20 വർഷത്തിനുള്ളിലാണ്. ഈ 20 വർഷം നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ശുക്രൻ സുഖത്തിന്റെയും സമ്പത്തിന്റെയും ഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വലിയ അംഗീകാരവും വരുമാനവും ഉയർച്ചയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ആയില്യത്തിന്റെ തീക്ഷ്ണമായ ബുദ്ധിയും ശുക്രന്റെ അവസരങ്ങളും ചേരുമ്പോൾ നിങ്ങൾ കരിയറിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കും. പ്രണയം, വിവാഹം, കുടുംബജീവിതം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത്. വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കാനും പങ്കാളിയുമായി നല്ല ഒത്തുപോക്കുണ്ടാക്കാനും ഈ ദശ സഹായിക്കും. വീട്, വാഹനം, മികച്ച ജീവിതശൈലി എന്നിവയിലേക്ക് ആകർഷിക്കപ്പെടുന്ന കാലമാണിത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശുക്രൻ കലയുടെയും സൗന്ദര്യത്തിന്റെയും കൂടി ഗ്രഹമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ജന്മനാ ഉള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് കഴിവുകൾ ശുക്രദശയിൽ ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് കണ്ടെത്തും. അത് കലയോ എഴുത്തോ ബിസിനസ്സോ എന്തുമാകാം. ഈ കാലയളവിൽ നിങ്ങൾ എടുക്കുന്ന വിദ്യാഭ്യാസ തീരുമാനങ്ങൾ നിങ്ങളുടെ കരിയറിനെ നിർണ്ണയിക്കുന്നതാണ്. ആയില്യ നക്ഷത്രക്കാർ ബുധന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് സാങ്കേതിക വിദ്യ, മാനേജ്മെന്റ്, ഗവേഷണം അല്ലെങ്കിൽ കല എന്നീ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധ്യതയുണ്ട്. പഠനത്തോടൊപ്പം തന്നെ ജോലിയിൽ സഹായിക്കുന്ന പുതിയ സ്കില്ലുകൾ ആർജിക്കാൻ ഈ കാലം ഏറ്റവും ഉത്തമമാണ്. 17 വയസ്സിന് ശേഷം കരിയറിലേക്ക് പിച്ചവെക്കുന്ന കാലമാണ്. 20-25 വയസ്സിൽ ജോലി ലഭിക്കുകയും 30-37 വയസ്സിൽ കരിയറിലെ വലിയൊരു സുസ്ഥിരതയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ആഡംബര ജീവിതത്തിനോട് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഉയർന്ന വരുമാനമുള്ള ജോലികളിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. ഈ 20 വർഷം മാതാപിതാക്കളുടെ ആശ്രയത്തിൽ നിന്ന് മാറി സ്വന്തം ജീവിതം പടുത്തുയർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ സെൽഫ് സെന്റേർഡ് ആയതുകൊണ്ട് സ്വന്തം കരിയർ വളർച്ചയിൽ മുഴുകി മാതാപിതാക്കളുടെ വൈകാരികമായ ആവശ്യങ്ങൾ പലപ്പോഴും അവഗണിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കി അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് കുടുംബത്തിൽ കൂടുതൽ സമാധാനം നൽകും. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. എല്ലാ ദശകളെയും പോലെ ശുക്രദശയിലും ചില വെല്ലുവിളികളുണ്ട്. അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് സ്വന്തം അഭിപ്രായങ്ങളിലും ലക്ഷ്യങ്ങളിലും അതീവ വ്യക്തതയുണ്ട്. പലപ്പോഴും ഇത് മറ്റുള്ളവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന ഒരു തോന്നലുണ്ടാക്കാം. അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ശൈലിയിലായിരിക്കണം എന്ന നിർബന്ധമുള്ളവരാണ്. ഇവർക്ക് സ്വന്തം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയുണ്ട്. തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ചുറ്റുമുള്ളവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ ഇവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഇത് പലരും സെൽഫ് സെന്റേർഡായി കാണാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് ഇവർ നൽകുന്ന അമിത പ്രാധാന്യമാണ് ഇതിന് കാരണം. പ്രണയത്തിലും ദാമ്പത്യത്തിലും അതിതീവ്രമായ സ്നേഹമാണ് ഇവർക്ക്. എന്നാൽ പങ്കാളി തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കണം എന്ന ആഗ്രഹമോ
അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മടിയോ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. തങ്ങളുടെ പങ്കാളിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇവർക്ക് ചിലപ്പോൾ സമയമെടുക്കും. ശുക്രദശയിൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഈ ആധിപത്യ സ്വഭാവം കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ വിട്ടുവീഴ്ച എന്നത് ആയില്യ നക്ഷത്രക്കാർ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്. ദാമ്പത്യത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് കൂടി വില കൊടുക്കുക. സുഖസൗകര്യങ്ങൾ കൂടുമ്പോൾ അമിതമായ ആഡംബരങ്ങളിലേക്കോ അനാവശ്യമായ ചെലവുകളിലേക്കോ പോകാൻ പ്രവണതയുണ്ടാകാം. അത് നിയന്ത്രിക്കുക. ബന്ധങ്ങളിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരാം. അമിതമായ വൈകാരികത ഒഴിവാക്കി പ്രായോഗികമായി കാര്യങ്ങളെ കാണുക. ശുക്രനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി സ്ത്രീകളെ ബഹുമാനിക്കുക എന്നതാണ്. കുടുംബത്തിലെ സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. നിങ്ങൾ വസിക്കുന്ന ഇടവും നിങ്ങളുടെ വസ്ത്രധാരണവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ശുക്രൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. വെള്ളിയാഴ്ചകളിൽ ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഈ ദശയിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ നൽകും. 17 വയസ്സ് മുതൽ 37 വയസ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച 20 വർഷങ്ങളാണ് മുന്നിലുള്ളത്. ഇത് വെറും ഭാഗ്യം മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം കൂടിയാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും മുന്നോട്ട് പോവുക. ഇനി 37 മുതൽ 43 വയസ്സ് വരെ സൂര്യദശയാണ്, ഏകദേശം 6 വർഷം. ഇത് അധികാരത്തിന്റെയും ഈഗോയുടെയും കാലം കൂടിയാണ്. 17 മുതൽ 37 വയസ്സ് വരെയുള്ള ശുക്രദശയിൽ നിങ്ങൾ ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു. എന്നാൽ 37-ാം വയസ്സിൽ സൂര്യദശ തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ ഗിയർ മാറുന്നു. ഇത് അധികാരത്തിന്റെയും നേതൃത്വത്തിന്റെയും എന്നാൽ ഒപ്പം ഈഗോയുടെയും കാലമാണ്. സൂര്യൻ രാജാവിനെ സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജോലിസ്ഥലത്തോ സമൂഹത്തിലോ നിങ്ങൾ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ഉയർത്തപ്പെടും. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിലയുണ്ടാകും. എന്നാൽ ഇവിടെയാണ് ആയില്യ നക്ഷത്രക്കാരുടെ ഡോമിനേറ്റിംഗ് സ്വഭാവം കൂടുതൽ പുറത്തു വരുന്നത്. ആയില്യം നക്ഷത്രക്കാർ സ്വയം കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നവരാണ്. സൂര്യദശയിൽ ഈ പ്രവണത 10 മടങ്ങ് വർദ്ധിക്കും. എല്ലാം എന്റെ ഇഷ്ടത്തിന് നടക്കണം എന്ന ചിന്ത നിങ്ങളുടെ സഹപ്രവർത്തകരുമായും മേലാധികാരികളുമായും പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം. ഇത് ജോലിയിൽ ചെറിയ തിരിച്ചടികൾക്ക് കാരണമാകും. പ്രമോഷനുകൾ ലഭിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരം ലഭിക്കുന്നതും ഈ കാലത്താണ്. എന്നാൽ നിങ്ങളുടെ താഴെയുള്ളവരോടുള്ള ഇടപെടലിൽ നിങ്ങൾ കരുതലോടെ ഇരിക്കണം. ഈ പ്രായത്തിൽ സാധാരണയായി വലിയ പഠനങ്ങൾ കുറവായിരിക്കും. എന്നാൽ ജോലിസ്ഥാനത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മറ്റുള്ളവരെ നയിക്കാൻ ആവശ്യമായ അറിവ് നേടുന്ന സമയമാണിത്. സൂര്യൻ ഒരു സെപ്പറേറ്റർ, അതായത് വേർപെടുത്തുന്ന ഒരു ഗ്രഹമാണ്. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഈ കാലയളവ് വളരെ നിർണായകമാണ്. നിങ്ങളുടെ ആധിപത്യ സ്വഭാവം പങ്കാളിയെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ വലിയ വാഗ്വാദങ്ങളിലേക്ക് എത്തിച്ചേരാം. ഞാനാണ് ശരി എന്ന വാദം ഈ 6 വർഷം ദാമ്പത്യത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതീവ ശ്രദ്ധ വേണം. കരിയറിലെ വിജയം വീട്ടിലെ ദാമ്പത്യത്തെ തകർക്കാൻ അനുവദിക്കരുത്. അധികാരം പങ്കിടാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും പഠിച്ചാൽ സൂര്യദശ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ഈ 6 വർഷം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ജോലിയിലെ തിരക്കുകൾക്കിടയിൽ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അത് വലിയ കുറ്റബോധത്തിന് കാരണമാകും. നിങ്ങളുടെ ആധിപത്യം വീട്ടിൽ കാണിക്കാതെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു സംരക്ഷകൻ ആയി മാറാൻ നിങ്ങൾ ശ്രമിക്കണം. സൂര്യദശയിൽ രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കണ്ണുകൾക്ക് അസ്വസ്ഥത എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരത്തിലെ ചൂട് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ 6 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ്. ഇതിൽ വിജയിക്കാൻ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ശീലിക്കാം. സൂര്യൻ പ്രകാശം നൽകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ അധികാരം മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, മറിച്ച് സഹായിക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർക്കുക. വീട്ടിലെത്തുമ്പോൾ ബോസ് ചമയുന്നത് ഒഴിവാക്കുക. പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് കൂടെ ഇടം നൽകിയാൽ സൂര്യദശയിലെ തർക്കങ്ങൾ ഒഴിവാക്കാം. ദിവസവും രാവിലെ സൂര്യനെ ആരാധിക്കുന്നത് സൂര്യദശയിലെ നെഗറ്റീവ് ഈഗോയെ കുറയ്ക്കാനും പകരം ശുദ്ധമായ ഊർജം നൽകാനും സഹായിക്കും. സൂര്യദശയിൽ നിങ്ങൾ അധികാരത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ വീട്ടിലെ വലിയവരുടെ ആരോഗ്യവും സ്നേഹവും ഓർക്കുക.
ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തിയാലും വിനയം കൈവിടാത്ത ആയില്യ നക്ഷത്രക്കാരായിരിക്കുക. 37 മുതൽ 43 വയസ്സ് വരെ നീണ്ട സൂര്യദശയിൽ നിങ്ങളുടെ ഈഗോയും കരിയർ തിരക്കുകളും കുടുംബ ബന്ധങ്ങളെ ഒരു പരിധിവരെ ഉലച്ചിട്ടുണ്ടാകാം. എന്നാൽ 43 വയസ്സിൽ ചന്ദ്രദശയിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം ഒന്നുകൂടെ ശാന്തമാകുന്നു. ഈ 10 വർഷം മനസ്സിനെ വീണ്ടെടുക്കാനുള്ള കാലമാണ്. സൂര്യദശയിൽ നിങ്ങൾ കാണിച്ച ഡോമിനേറ്റിംഗ് സ്വഭാവം ദാമ്പത്യത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണിത്. ചന്ദ്രൻ അമ്മയെയും വികാരങ്ങളെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. പങ്കാളിയോടുള്ള വാഗ്വാദങ്ങൾ കുറയ്ക്കാനും കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കാനും ഈ ദശ നിങ്ങളെ നിർബന്ധിക്കും. നിങ്ങൾ സ്വയം മാറിയാൽ പങ്കാളിയുമായുള്ള ബന്ധം വീണ്ടും മനോഹരമാകും. കരിയറിൽ സൂര്യദശയിലെ ആ അമിത തീവ്രത കുറയും. പകരം കൂടുതൽ മാനുഷികമായ സമീപനം നിങ്ങൾ പുലർത്തും. ജോലിയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു മെന്റർ അല്ലെങ്കിൽ ഉപദേശകന്റെ റോളിലേക്ക് നിങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റ്, കൗൺസിലിംഗ്, ടീച്ചിങ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വലിയ വിജയം കൈവരിക്കാം. ആയില്യ നക്ഷത്രക്കാർ പൊതുവെ സെൽഫ് സെന്റേർഡ് ആണെന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ചന്ദ്രദശയിൽ മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. അതുപോലെ നിങ്ങളുടെ മക്കളുടെ വളർച്ചയിലും അവരുടെ കരിയർ തീരുമാനങ്ങളിലും വലിയൊരു പങ്ക് വഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതിനാൽ ചില ദിവസങ്ങളിൽ അതീവ സന്തുഷ്ടനായും ചില ദിവസങ്ങളിൽ വല്ലാത്ത വിഷമത്തിലുമായിരിക്കും നിങ്ങൾ. എന്തിനും ഏതിനും പെട്ടെന്ന് വൈകാരികമാകുന്നത് ഒഴിവാക്കി കാര്യങ്ങളെ യുക്തിപരമായി ചിന്തിക്കാൻ ശ്രമിക്കണം. മാനസികമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുക. ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉറക്കത്തിന് മുൻപ് ഫോൺ ഒഴിവാക്കി ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കുക. സൂര്യദശയിലെ അധികാരം നിങ്ങളെ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചു കാണും. എന്നാൽ ചന്ദ്രദശയിൽ നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണ് എന്നതിലാണ്. പങ്കാളിയോടും മാതാപിതാക്കളോടും കൂടുതൽ സ്നേഹം കാണിക്കുക. കരിയറിൽ തിരക്കുകൾ കുറച്ച് കുടുംബത്തിന്റെ സമയം നൽകുക. ഇതാണ് ചന്ദ്രദശയിലെ വിജയം. അടുത്തത് ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ 53 മുതൽ 60 വയസ്സ് വരെയുള്ള 7 വർഷത്തെ ചൊവ്വാദശയാണ്. ചന്ദ്രദശയിലെ ശാന്തതയ്ക്ക് ശേഷം ജീവിതത്തിൽ വീണ്ടും വലിയൊരു ആക്ഷൻ അല്ലെങ്കിൽ ഊർജ്ജസ്വലമായ മാറ്റം കൊണ്ടുവരുന്ന ദശയാണിത്. ചൊവ്വ അഗ്നിയുടെ ഗ്രഹമാണ്. അതിനാൽ ഈ കാലഘട്ടം ഊർജ്ജസ്വലമാണെങ്കിലും വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ചന്ദ്രദശയിലെ വിശ്രമത്തിന് ശേഷം 53 വയസ്സിൽ ചൊവ്വാദശയിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിൽ വീണ്ടും ഒരു ഉണർവ് അനുഭവപ്പെടും. ഒരു ആയില്യ നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവും ദേഷ്യവും ഒരേപോലെ കൂടാൻ സാധ്യതയുള്ള കാലമാണിത്. വിരമിക്കലിന്റെ വക്കിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കരിയറിൽ സുസ്ഥിരമായവരോ ആണെങ്കിലും ഈ കാലയളവിൽ അമിതമായ ജോലിഭാരമോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളോ നിങ്ങളെ തേടിയെത്തും. ആയില്യ നക്ഷത്രക്കാരുടെ ആധിപത്യ സ്വഭാവം ഈ സമയത്ത് ജോലിസ്ഥലത്ത് തർക്കങ്ങൾക്ക് വഴിവെക്കാം. അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കാര്യക്ഷമതയോടെ ജോലി തീർക്കാൻ ശ്രദ്ധിക്കുക. ചൊവ്വാദശയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമാണ്. രക്തസമ്മർദ്ദം, മുറിവുകൾ അല്ലെങ്കിൽ ചെറിയ സർജറികൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. ശരീരത്തിൽ ചൂട് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുകയും നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുകയും ചെയ്യുക. നിങ്ങളുടെ തീവ്രമായ വ്യക്തിത്വവും ചൊവ്വയുടെ അമിത ഊർജവും ചേരുമ്പോൾ വീട്ടിൽ അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടായേക്കാം. വസ്തുസംബന്ധമായ തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ ഈ 7 വർഷത്തിനിടയിൽ വരാൻ സാധ്യതയുണ്ട്. ഈഗോ മാറ്റിവെച്ച് പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. എല്ലാം എന്റെ രീതിയിൽ നടക്കണം എന്ന ചിന്ത ഈ 7 വർഷം ദാമ്പത്യത്തെയും കുടുംബത്തെയും അസ്വസ്ഥമാക്കാം. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കാൻ ശീലിക്കുന്നത് വലിയൊരു പരിഹാരമാണ്. അമിതമായി അധ്വാനിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കാം. അത്യാവശ്യത്തിന് മാത്രം ഊർജം വിനിയോഗിക്കുക. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാനും അമിത ദേഷ്യം കുറയ്ക്കാനും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യ സ്വാമി സംരക്ഷകനാണ്. ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. രക്തം ചൊവ്വയുടെ കാടകമാണ്.
മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ സേവനങ്ങൾ ചെയ്യുന്നത് ഈ ദശയിലെ നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കാൻ സഹായിക്കും. ചൊവ്വാദശ എന്നത് നിങ്ങളുടെ ഊർജത്തിന്റെ ഉച്ചസ്ഥായിയാണ്. അത് നശിപ്പിക്കാനല്ല, മറിച്ച് നിർമ്മിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. കരിയറിലോ വ്യക്തി ജീവിതത്തിലോ തർക്കങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കാതെ അല്പം സമയമെടുത്ത് ചിന്തിക്കുക. ഈ 7 വർഷം നിങ്ങളുടെ അച്ചടക്കം ആണ് നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതയാത്രയിലെ ഏറ്റവും ദീർഘമേറിയതും എന്നാൽ നിഗൂഢവുമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 60 മുതൽ 78 വയസ്സ് വരെയുള്ള രാഹുദശ, 18 വർഷം. ജ്യോതിഷത്തിൽ രാഹു മായയുടെയും അപ്രതീക്ഷിത മാറ്റങ്ങളുടെയും ഗ്രഹമാണ്. ജീവിതത്തിന്റെ 2ാം പകുതിയിൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ രാഹു നൽകുന്ന ഊർജം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടമാണ്. സമാധാനമായി വിശ്രമിക്കാൻ ആഗ്രഹിക്കുമ്പോഴും രാഹു നിങ്ങളെ പുതിയ കാര്യങ്ങളിലേക്ക് വലിച്ചിഴച്ചേക്കാം. രാഹു എപ്പോഴും അപ്രതീക്ഷിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രഹമാണ്. വിരമിക്കലിന് ശേഷവും നിങ്ങൾ പുതിയ ബിസിനസ് സംരംഭങ്ങളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അപ്രതീക്ഷിത യാത്രകളിലോ മുഴുകിയേക്കാം. നിങ്ങളുടെ കരിയറിലെ അനുഭവങ്ങൾ ഈ പ്രായത്തിൽ മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകാൻ ഉപയോഗിക്കാം. ആയില്യ നക്ഷത്രക്കാർ പൊതുവെ പങ്കാളിയോട് അമിതമായി ഇടപെടുന്നവരും ചിലപ്പോൾ തർക്കിക്കുന്നവരുമാണല്ലോ. എന്നാൽ രാഹുദശയിൽ പങ്കാളിയുമായി ഒരുതരം അകലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ നെഗറ്റീവായി കാണാതെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കാണാൻ ശ്രമിക്കുക. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കി പരസ്പരം ബഹുമാനത്തോടെ ജീവിക്കുക. രാഹു ലൗകിക സുഖങ്ങളെക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകളെ തിരിച്ചുവിടും. ജ്യോതിഷം, തത്വശാസ്ത്രം അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള ബന്ധം എന്നിവയിൽ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാകും. നിങ്ങളുടെ സെൽഫ് സെന്റേർഡ് ആയ സ്വഭാവം മാറി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ചിന്ത ഈ പ്രായത്തിൽ ഉദിക്കും. മുൻപ് സൂചിപ്പിച്ച ആ ഡോമിനേറ്റിംഗ് സ്വഭാവം ഈ പ്രായത്തിൽ കുറയുകയല്ല, മറിച്ച് അത് അധികാരപ്രയോഗം എന്നതിനേക്കാൾ തീരുമാനങ്ങളിലെ കർക്കശതയായി മാറും. കുടുംബത്തിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കാതെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളായി നൽകാൻ ശ്രദ്ധിക്കുക. രാഹു പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. പെട്ടെന്ന് പണം ലഭിക്കുമെന്ന് കരുതി ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. രാഹുവിന്റെ സ്വാധീനത്തിൽ വരുന്ന രോഗങ്ങൾ പലപ്പോഴും പെട്ടെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പതിവ് മെഡിക്കൽ ചെക്കപ്പുകൾ മുടക്കരുത്. 60 വയസ്സിന് ശേഷം ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണെന്ന് രാഹുദശ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകട്ടെ. അനാവശ്യമായ ഈഗോയും ആധിപത്യവും വെടിഞ്ഞ് ഒരു മാർഗദർശിയായി മാറാൻ രാഹുദശ നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്തുക. 78 മുതൽ 94 വയസ്സ് വരെയുള്ള വ്യാഴദശ, ഏകദേശം 16 വർഷം, ജ്ഞാനത്തിന്റെ സായംകാലം. 78ാം വയസ്സിൽ നിങ്ങൾ വ്യാഴദശയിലേക്ക് കടക്കുന്നു. ഇതാണ് ജീവിതത്തിന്റെ സായംകാലം. ഈ കാലഘട്ടത്തിൽ ലൗകികമായ ആഗ്രഹങ്ങൾ പൂർണ്ണമായും അവസാനിക്കുകയും മനസ്സ് പൂർണ്ണമായും ആത്മീയവും ദാർശനികവുമായ തലങ്ങളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതയാത്രയിലെ അന്തിമവും ഏറ്റവും മനോഹരവുമായ ഘട്ടമാണിത്. വ്യാഴദശ. രാഹുദശയിലെ മാറ്റങ്ങൾക്കും അസ്ഥിരതകൾക്കും ശേഷം ജീവിതം പൂർണ്ണമായ ശാന്തതയിലേക്ക് എത്തുന്ന കാലഘട്ടം. ആയില്യ നക്ഷത്രക്കാർക്ക് ജന്മനാലുള്ള ആഴത്തിലുള്ള ചിന്താശേഷി ഈ ദശയിൽ അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും നേട്ടങ്ങളും എല്ലാം ഒരു വലിയ പാഠമായി നിങ്ങൾക്ക് തോന്നും. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു ഗുരു അല്ലെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി എന്ന നിലയിൽ നിങ്ങൾ കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നു. മുൻപ് സൂചിപ്പിച്ച ആധിപത്യ സ്വഭാവവും ഈഗോയും എല്ലാം ഈ പ്രായത്തിൽ അലിഞ്ഞു പോകുന്നു. സ്നേഹവും സഹിഷ്ണുതയും മാത്രമായി നിങ്ങൾ മാറുന്നു. മക്കളോടും കൊച്ചുമക്കളോടും ഉള്ള നിങ്ങളുടെ ഇടപെടലുകൾ വളരെ മനോഹരമായിരിക്കും. ഒരു ആയില്യ നക്ഷത്രക്കാരന്റെ വാക്കിന് കുടുംബത്തിൽ വലിയ വിലയുണ്ടാകുന്ന കാലമാണിത്. നിങ്ങളുടെ അനുഭവജ്ഞാനം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ആയില്യ നക്ഷത്രക്കാരുടെ ജീവിതം ഒരു ചെറിയ പുഴയിൽ തുടങ്ങി മഹാസാഗരത്തിൽ അവസാനിക്കുന്ന ഒരു യാത്ര പോലെയാണ്. തുടക്കത്തിൽ ബുധന്റെ തന്ത്രപരമായ ബുദ്ധിയും കേതുവിന്റെ നിഗൂഢതയും ശുക്രന്റെ ആഡംബരങ്ങളും സൂര്യന്റെ അധികാരവും ചന്ദ്രന്റെ ശാന്തതയും
ചൊവ്വയുടെ ഊർജവും രാഹുവിന്റെ മാറ്റങ്ങളും കടന്ന് വന്ന് ഒടുവിൽ വ്യാഴത്തിന്റെ പൂർണ്ണജ്ഞാനത്തിൽ എത്തി നിൽക്കുന്ന യാത്ര. ഓർക്കുക, നിങ്ങൾ സെൽഫ് സെന്റേർഡ് ആണെന്നും ആധിപത്യം സ്ഥാപിക്കുന്നവരാണെന്നും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ അതിജീവനത്തിനുള്ള ഒരു കവചം മാത്രമാണ്. ആ കവചം മാറ്റിവെച്ച് സ്നേഹത്തോടെയും ക്ഷമയോടെയും മറ്റുള്ളവരെ സമീപിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. ഉദാഹരണത്തിന്, ചൊവ്വാദശയിൽ ദേഷ്യം കുറയ്ക്കുക, സൂര്യദശയിൽ വിനയം കാണിക്കുക. ഈ യാത്രയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ ദശ ഏതാണ്? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ജ്യോതിഷ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.